പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എന്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പൊ MLA ആണ്. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടെ സ്റ്റീഫൻ വ്ലോഗ്സിന് നിങ്ങളോട് പറയാനുണ്ട്. ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. ഇതൊക്കെ അത്ര വലിയൊരു കേസാണ്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചത്. സംസാരിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ലേ മണ്ടാരെ? ഇത് എവിടുത്തെ ന്യായമാണ്? നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഏട്ടാ ഇനി ഇതിനെ പറ്റി സംസാരിക്കണ്ടെന്ന്. ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഗായ്സ് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. 100% ഞാൻ യോജിക്കുന്നു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.